ഫൈനലി 6 എപ്പിസോഡുകൾക്ക് ശേഷം നമ്മൾ ഫൂക്കോക്കിലെത്തി മക്കളെ. ഇത് ചേട്ടൻ ബോർഡും പിടിച്ച് നിൽപ്പുണ്ട്. എന്നാലും എൻ്റെ പേരും കൂടെ എഴുതായിരുന്നു. പോട്ടെ. അങ്ങനെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളെ കേട്ടിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു നമ്മൾ പോണ വഴി തന്നെയാണ് ഈ പേൾ ഫാം, പേൾ ഫാക്ടറി സംതിങ് ലൈക്ക് പേൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഈ ഓയിസ്റ്ററിനെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്ന് പേളിനെയൊക്കെ കാണിച്ചു തരും. അപ്പോൾ ആ സ്ഥലം, അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് പോകാം, നമുക്ക് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി ഓക്കെ ഫൈൻ, ഒരു സ്ഥലം എക്സ്ട്രാ കിട്ടുവാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നല്ലായിരുന്നു കേട്ടോ. കയറി ചെന്നപ്പോൾ തന്നെ ഒരു ഗൈഡഡ് ടൂറായിരുന്നു. എൻ്റെ ക്ലിപ്പ് ഞാൻ വയ്ക്കാൻ ഗൈഡഡ് ടൂറായിരുന്നു. പിന്നെ ഇവർ പേളിനെ തുറന്ന് ഈ ഓയിസ്റ്ററിനെ തുറന്ന് പേളിനെ എടുത്തെന്ന്, പിന്നെ കുറേ കോറൽസ് കാണിച്ചു. ഈ കോറൽ വെച്ചിട്ട് അവർ വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആർട്ട് പീസസ് കാണിച്ചു തന്നു, അങ്ങനെ കൊത്തിയിട്ടൊക്കെ അതിൻ്റെ മെഷീൻസ്. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് അവർ ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പേളും പിന്നെ അതുപോലെ ഈ ഓയിസ്റ്ററിൻ്റെ ഈ കോറലിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ജ്വല്ലറിയും ഒക്കെ ഇല്ലേ. ജ്വല്ലറി എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷെ കാണാൻ നല്ലായിരുന്നു. മാലയും ബ്രേസ്ലെറ്റും അങ്ങനെ സൊവനിയേഴ്സ് പോലെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ജസ്റ്റ് കണ്ടു. അവിടെ ഞങ്ങൾ ഐസ്ക്രീം മാത്രം വാങ്ങിച്ചു. അവിടെ ഡിഫറെൻറ്റ് ഫ്ലേവർ ഐസ്ക്രീംസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ തന്നെ എടുത്ത് ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോയി. ബിക്കോസ് ഞങ്ങൾക്ക് ഇനി വൈകുന്നേരം പോകണമല്ലോ. പോകുന്ന സമയത്ത് ഈ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു എന്താണ് പ്ലാൻ, എപ്പോഴാണ് പോകുന്നത്. ഇവരെന്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പം ബിക്കോസ് എനിക്ക് റേഞ്ചൊന്നും ഇല്ലല്ലോ, നെറ്റില്ലല്ലോ. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ട് പറഞ്ഞ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഐ തിങ്ക് 6 o'clock ടൈമിലായിരിക്കും അവർ വരുന്നതെന്ന് ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കൊരു അറിയില്ല, കമ്പനിയാണ് ഡിസൈഡ് ചെയ്യണമെന്ന് ആണ് പറഞ്ഞത്. പക്ഷേ ഈ പുള്ളി കേട്ടത് തെറ്റിയാണോ, ഈ പുള്ളി എന്തിനാ അങ്ങനെ ചെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇയാൾ ചെന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇത്ര ഞങ്ങൾക്ക് 6 o'clock പോകണ്ടേ, ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ വണ്ടി 6 o'clock വന്നേ. ബട്ട് they were supposed to come at 4 o'clock it seems. അത് പിന്നെയാണ് അവർ പറയണത്. ബിക്കോസ് 6 o'clock ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കിസ് ബ്രിഡ്ജിലേക്കാണ് കേട്ടോ പോണത്. കിസ് ബ്രിഡ്ജിൽ നമ്മളെല്ലാവരും സൺസെറ്റ് കാണാനാണ് പോണത്. സൺസെറ്റിൻ്റെ സമയത്ത് നല്ല പിക്ചേഴ്സ് കിട്ടും. പക്ഷേ ഞങ്ങൾ കിസ് ബ്രിഡ്ജിൽ 6 മണിക്ക് ചെന്നിട്ട് അവിടെ എത്തിയപ്പോഴേക്കും 7 മണിയായി. സൺസെറ്റൊക്കെ തീർന്നു, രാത്രിയായി, ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത്, 6 o'clock വന്ന് സൺസെറ്റ് കാണില്ല. അപ്പോൾ അവർ പറയാം നമ്മൾ പറഞ്ഞിട്ടല്ലേ എന്ന്. ഐ ഡോണ്ട് നോ ബേബി. അപ്പോൾ ആക്ച്വലി എന്ത് പറയണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല.